സംസ്ഥാനത്തെ നിരത്തുകളിൽ പരിസ്ഥിതി സൗഹൃദ ഓട്ടോകൾ എന്നൊരു കോൺസെപ്റ്റാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ രണ്ട് തരത്തിലാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇലക്ട്രിക് ഓട്ടോയിലേക്ക് മാറുന്നതിനുള്ള സഹായത്തിന് ഉപരി വലിയ ഹബ്ബുകളാക്കി മാറ്റാനും കൂടുതൽ സ്മാർട്ട് ഹബ്ബുകളാക്കി ഓട്ടോ സ്റ്റാൻഡുകളെ മാറ്റാനുമുള്ള നീക്കത്തിലേക്കും സംസ്ഥാന സർക്കാർ ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് നിലവിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതികരണമെന്ന് ഈ വിഷയത്തിൽ നോക്കാം. ഓട്ടം വളരെ കുറവാണ്. ഇപ്പം ഇലക്ട്രിക്കലോട്ട് എടുത്താലും അതിനുള്ള ഓട്ടം ഇല്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകൃത സ്റ്റാൻഡിലല്ലാത്ത ഇടത്തെയും സ്റ്റാൻഡുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഓട്ടം വളരെ മോശമുണ്ട്. പിന്നെ യൂബർ അങ്ങനെ ഓൺലൈൻ ടാക്സികളെല്ലാം കൊണ്ട് ഭയങ്കര ഓട്ടം കുറവാണ്. അപ്പോൾ അതെടുത്താലും നമുക്ക് നമ്മുടെ കാര്യം കാണാൻ പറ്റൂല, ചിലപ്പോൾ ഫിനാൻസ് അടക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ്. ഓട്ടം ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര മോശമാണ്. അത് ഒന്നാമത്തെ കാര്യം, ഓൺലൈൻ ഓട്ടോകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് എടുത്താലും നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അതുമല്ല, അംഗീകൃത സ്റ്റാൻഡിനെക്കാട്ടും കൂടുതൽ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഉള്ള ഇതിന് കടം ലോൺ എടുത്തിട്ടല്ലേ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ അടച്ച് തീർക്കണം, അല്ലെങ്കിൽ തന്നെ ഓട്ടോ ഇല്ല. ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയാണത്. അപ്പോൾ അവർ പറയുന്നത് ലാഭമാണെന്ന്. അപ്പോൾ ശരിക്കും അതിനെപ്പറ്റി അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഒരു ബാറ്ററിക്ക് എത്ര രൂപ കൊടുക്കണമെന്നറിയാമോ? ആ നേരം ഉണ്ടെങ്കിൽ വേറെ ഓട്ടോറിക്ഷ മേടിക്കാമല്ലോ. ഇവിടെ ഒന്നാമത്തെ കാര്യം, പുറത്തുനിന്നുള്ളവരാണ് ഇവിടെ വണ്ടി ഓടുന്നത്. ഈ നാട്ടുകാരല്ല വണ്ടി ഓടുന്നത്. അവർ അന്യായ ചാർജും മേടിക്കുന്നുണ്ട്. ആൾക്കാരെ കൊന്ന് കൊലവിളിക്കണം അവർ. ഇവിടെയുള്ളവർക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സംഭവം അതാണ് ഇവിടെ നടക്കുന്നത്. അന്നത് സ്റ്റാൻഡല്ല, അല്ലാണ്ട് തന്നെ കുറേ വണ്ടികൾ ഇവിടെ കിടന്നുകൊണ്ടുണ്ട്. യൂബർ ഓടുന്നതെന്ന് പറഞ്ഞാൽ കട്ടപ്പന ഇടുക്കി ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ കിടന്ന് ഓടുന്നത്. ഇവിടെയുള്ളവരല്ല, അന്യായ ചാർജും മേടിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റം വരുമ്പോൾ ഇവിടെയുള്ളവർക്ക് വരുന്നുണ്ട്. ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരും ഇറങ്ങുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ശരിക്കുള്ള പണിക്കാർക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചു അവർ മുതലാക്കും. ഓട്ടോ ഇല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഇത്ര നേരം ഞങ്ങൾ ഓടിയിട്ടുണ്ട്. ഓടി വന്നാൽ 200 രൂപ 250 രൂപ ഓടിയിട്ടുണ്ട്. ഈ നേരം വരെ വണ്ടി ഓടിക്കുന്ന കാശാണ് 250 രൂപ. ഇതെങ്ങനെ മുതലാവും? ഒരു വീട്ടിൽ റേഷൻ മേടിക്കണം, ഇതെല്ലാം ചെയ്യണം. എങ്ങനെ ചിലവ് നടത്തും ഞങ്ങളുടെ വീട്ടിൽ? ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. എന്നെപ്പോലെ ഇതേ ഇവരൊക്കെ അറിയാമെന്ന്. എന്നെപ്പോലുള്ള ഡ്രൈവർമാരെ ഇവിടെ പിടിച്ച് ചോദിക്കും, ഏയ് അജിത്തെ പറഞ്ഞു കൊടുത്തേ, അയാൾ വരാപ്പുഴയെന്ന് വന്നാൽ ഇവിടെ കിടന്ന് ഓടുന്നത്. ഈ 40,000 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ 40,000 രൂപക്ക്? 40,000 രൂപ നമ്മൾ കൊടുത്ത് പഴയ ഓട്ടോ കൊടുത്താലും പിന്നെ നമ്മൾ വണ്ടി എടുക്കണോ? ഈ വണ്ടി എത്ര ആളുകൊണ്ട് അടിച്ചു തീർക്കും? അതിനുള്ള ഓട്ടോ ഉണ്ടോ ഇവിടെ? ഇല്ല. എങ്ങനെ കുറച്ചാലും മുതലാവില്ല, ഞങ്ങൾക്ക് നടക്കില്ല. കാരണം ഇപ്പോഴും ഇതിപ്പോൾ എടുത്തിട്ട് 2-3 വർഷമായി വണ്ടി എടുത്തിട്ട് ഇപ്പോഴും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല ലോൺ. എങ്ങനെ ഇത് ചെയ്താലും നടക്കില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതി അതാണ്, ഓട്ടോ ഇല്ല. ഇലക്ട്രിക് ഓട്ടോ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോ നിലവിലുള്ള ഓട്ടോ മാറ്റി ഈ ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിനും സഹായമുണ്ടോ? അതുപോലെ പുതിയ ഓട്ടോ വാങ്ങുകയാണെങ്കിൽ ധനസഹായം, സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. ഇലക്ട്രിക് ഓട്ടോയിലെ പരിസ്ഥിതി സൗഹൃദ ഒരു ഇതിലേക്ക് മാറ്റുന്നതും അതുപോലെ പുതിയ ഈ സ്റ്റാൻഡുകൾ ഉണ്ടല്ലോ, സ്റ്റാൻഡുകൾ കുറച്ചുകൂടെ ഒരു മാതൃക ഹബ്ബുകളാക്കി ഉയർത്തുന്ന ഒരു തരത്തിലേക്ക്. ഇത് ഏത് ഗവൺമെൻറ് ഇതിലാണ് വരുന്നത്? ഞാൻ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ഓട്ടോ തന്നെ പരിസ്ഥിതിയൊക്കെ ഓക്കെ, അതൊക്കെ ശരി സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ അടവ് ഒരു മാസം 9,000 രൂപ നമ്മൾ അടക്കണം. ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോക്ക് ഇലക്ട്രിക്കിന് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ഓടുന്നത് സാധാരണക്കാരൻ ഓട്ടോക്കാരൻ തന്നെയാണ് ഓടണത്. അവന് ഓടി അത് കിട്ടുന്നത് എത്രത്തോളമാണോ അത്രത്തോളം അവന് കിട്ടിയാലേ മുതലാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോ കൊണ്ട് ഇലക്ട്രിക് ഓട്ടോ ഓടുന്നത് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോ ഓടുന്നുണ്ട്. പക്ഷേ ഒരു ഓട്ടോക്കാരൻ്റെ അവസ്ഥ വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഓട്ടം വളരെ മോശമുള്ള സമയമാണ് ഇപ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, പുറത്തുനിന്നുള്ള വണ്ടികൾ, പുറം വണ്ടികൾ ഒരുപാട് ഈ ജില്ലയിൽ കിടന്ന് ഓടും നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ്. അത് തന്നെയാണ് ഇവിടെയുള്ള ഓട്ടോക്കാരുടെ ആദ്യത്തെ പ്രശ്നം. ആ വണ്ടികൾ കുറഞ്ഞാൽ ഇപ്പോൾ KL01 തുടങ്ങി 101 വരെയുള്ള വണ്ടി ഇവിടെ ഓടേണ്ടി. ഇപ്പോൾ KL07 വണ്ടി വളരെ കുറവാണ്. ഈ പരിസ്ഥിതി അവസ്ഥയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഓട്ടം വളരെ മോശം. നമ്മളെ മുന്നോട്ടുള്ള പോക്ക് ഒരുപാട് പ്രയാസം. പിന്നെ ഒരു ഓട്ടോക്കാരൻ ഒരു ദിവസം ഓട്ടോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആദ്യം തന്നെ ഒരു 300 രൂപ ഡീസൽ അടിക്കണം. പിന്നെ അവൻ്റെ
മറ്റുള്ള ചായ കൂടി ചിലവ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു ദിവസം അവൻ്റെ 500 രൂപ 600 രൂപ അവന് ചിലവ് വരും. പിന്നെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ടൊരു തുക വേണം, കഞ്ഞി കറിയൊക്കെ മേടിക്കാനുള്ള വേറെ അവസ്ഥ വേണം. ഇതൊക്കെ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോക്കാർക്ക് ഓട്ടം കുറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കണം എന്നുള്ള മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോയി. ഈ സ്മാർട്ട് ഹബ്ബുകളാക്കുമ്പോൾ അതിൽ കൂടുതൽ ഇലക്ട്രിക് ചാർജിംഗ് പോർട്ടുകളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ പെട്രോൾ ഡീസൽ ഇന്ധന വിലക്ക് കൊടുക്കുന്ന ഒരു ഇതുകൂടി അങ്ങനെ ഒരു നേട്ടമാണ്. അത് വന്നാലത് നേട്ടമാണ്, നേട്ടമില്ലെന്ന് നമ്മൾ പറയാനില്ല. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഏത് പരിഷ്കാരവും കുറവാണെന്നല്ല നമ്മൾ പറയുന്നത്. അതിനനുസരിച്ച് ഇവിടെയുള്ള ഓട്ടം കൂടി, ഓട്ടോകൾ ഇവിടെ കൂടി, ഓട്ടോകൾ കൂടി, മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഓട്ടോൻ്റെ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരില്ല, ഒരു ഒരാൾ റിട്ടയർമെൻറ്റ് ചെയ്ത് അയാൾ നേരെ ഇലക്ട്രിക് ഓട്ടോ വന്ന് അയാൾ ഓട്ടോക്കാരനായി. പക്ഷെ അവർക്ക് പെൻഷനും മറ്റു കാര്യങ്ങളുണ്ട്. അവർ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് കിടന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഓട്ടോ ആയിട്ട് വരുന്ന ഒരു ഓട്ടോക്കാരനാണ് അവരവസ്ഥ. ഹബ്ബൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ശരിയാണ്. അതുകൊണ്ടൊക്കെ മെച്ചം തന്നെ, കുറവൊന്നുമില്ല. പക്ഷേ ഇതാ KSRTC ബസ് ഇവിടെ ജോലിയുള്ളവർ ഇവിടെ ഓടുന്നുണ്ട്, അറിയോ? ഓടുന്നുണ്ട്. ഇതെല്ലാം ഇത് ഈ പരിഷ്കാരങ്ങളൊന്നും ചീത്തയെന്ന് നമുക്ക് പറയില്ല. പരിഷ്കാരമൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച്. പക്ഷേ മറ്റുള്ള ഓരോ ഓട്ടോക്കാരൻ എന്ന അവൻ്റെ പ്രധാന പ്രശ്നം ഓട്ടം തന്നെയാണ്. ഓട്ടം ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതേമാരെ കിടന്ന് ഇങ്ങനെ നരേജ് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെ ചീത്ത ബഹളവും അതും കേൾക്കും. അവർ ചോദിക്കും, നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യും? നമുക്ക് കക്കാൻ പറ്റുമോ? കൊള്ളയടിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തോട്ടാണ് മുന്നോട്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാം സഹിക്കുക. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മീറ്റർ സീലിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട്. മേഡത്തിനൊക്കെ അറിയോ? അത് ഇപ്പോൾ മീറ്റർ സീലിംഗ് പണ്ട് നമുക്കൊരു കടലാസ് കിട്ടുന്നതിന് മീറ്റർ സീലിംഗ് അവിടെ ചെന്നിട്ട് ഡേറ്റ് ഇട്ട് തരുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അക്ഷയ ചെല്ലണം, 250 രൂപ അവിടെ അടക്കണം. പിന്നെ അവിടെ നിന്ന് ആ ഡേറ്റ് എടുത്തിട്ട് ഈ മീറ്റർ സീലിംഗ് ഇവിടെ ചെന്ന് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഓരോ നിയമം വരുമ്പോഴും നിയമങ്ങൾ നല്ല തീർച്ചയാണ്. പക്ഷേ നിയമങ്ങൾ വരുമ്പോൾ അനുസരിച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നത് മനസ്സിലായി. മറ്റേത് നല്ല ഫ്ലോപ്പായിട്ട് പോയിക്കൊണ്ടുന്ന ഒരു നിയമം വരുന്നു. അതിപ്പോൾ മാറ്റി വരി പുതിയ ചട്ടങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പണിയായി. ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പരിസ്ഥിതി സൗഹൃദം എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന പോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് പോകാനായിട്ടുള്ളൊരു പ്രയാസമാണ്. ഈ ചാർജിങ് ടൈം നമ്മൾ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടി വേറെ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഈ ഡീസൽ വണ്ടിയിലൊക്കെ എടുക്കുന്ന പോലുള്ള രീതിയിലുള്ള ട്രിപ്പുകൾ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി ഒരു നെടുമ്പാശ്ശേരിയൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, മാന്യമായിട്ട് പോയി വരാൻ പറ്റും. ഇലക്ട്രിക്കിനെ കുറിച്ച് നമുക്ക് ഇത്തിരി ചാർജ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ചില ഏരിയകളിലൊന്നും ചാർജിങ് പോയിൻറ്റ്സ് ഇല്ല മൊത്തത്തിൽ. അപ്പോൾ അതുവരെയൊക്കെ വരണമെന്നുണ്ടെങ്കിലുള്ള പ്രയാസം. പിന്നെ പൊതുവേ ഈ നമ്മുടെ ഡീസൽ വണ്ടിയുടെ അത്ര ഒരു സ്ട്രോങ് അല്ല ഇലക്ട്രിക് വണ്ടി, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇനി ഭാവിയിലേക്ക് നമുക്ക് ഡൽഹി പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ എടുത്ത നിലപാട് പോലെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ വേണ്ടി ഇലക്ട്രിക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓട്ടോ ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ശോചനീയമായൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് എടുത്തിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാർജല്ല. ഇപ്പോൾ ഓട്ടോ ചാർജ് തന്നെ നമുക്ക് കൂട്ടിയിട്ട് 30 രൂപ ആക്കിയിട്ട് 4 കൊല്ലത്തിന് മേലെയായി. അതിന് മേലെ മിനിമം ചാർജ് പിന്നെയും വന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും പരമാവധി വരുന്ന സർക്കാരുകളെല്ലാം തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുത്തിയിടാമല്ലോ, പമ്പിലോട്ടൊന്നും പോകണ്ട. ലാഭം. അല്ല, എനിക്കറിയില്ല, ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല. പുതിയ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പുതിയ എടുത്താലും നമ്മൾ ഈ അടവ് അടക്കണ്ടേ തിരിച്ച്. അപ്പോൾ അതങ്ങനത്തെ ഒരു സംഭവം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമുണ്ടാകും ഒരിക്കലും ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോ തൊഴിലാളികൾ ഓടുന്ന ഒരു ഇത് ഞാനിത്ര നേരമായിട്ട് ഒരു 10-300 രൂപ ഓടിയിട്ടുള്ളൂ ഇത്രയും ടൈമായിട്ട്. പിന്നെ പുറമേയുള്ള ആൾക്കാരാണ് കൂടുതൽ യൂബർ സെറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സ്റ്റാൻഡ് സംബന്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ പുതിയ ഇതായിട്ട് വന്നിട്ടൊരു കാര്യമില്ല. റോഡ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ നിലവിലുള്ളതിൻ്റെ ലോണുകൾ തന്നെ കൂട്ടിമുട്ടിക്കാൻ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ ഒന്നിനെപ്പറ്റി ചിന്തിക്കുക തന്നെ അസാധ്യമാണെന്നാണ് പലരുടെയും പ്രതികരണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ NR മനോജിനൊപ്പം ആര്യ രവീന്ദ്രൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.